ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ക്രാഫ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം കാണിക്കുന്നത് എങ്ങനെ ഒരു ഫ്രെയിം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് കാണിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെ ഫ്രെയിംസ് നമ്മൾ ഉണ്ടാക്കും, പക്ഷേ നമ്മൾ പുറത്തേക്ക് നമുക്ക് സെയിൽ ചെയ്യണം എന്ന് വെച്ചെങ്കിൽ നമുക്ക് എന്തായാലും കൊറിയർ ചെയ്യണമല്ലോ. അപ്പോൾ കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ഈ ഫ്രെയിം സെറ്റ് ചെയ്യാമെന്ന് പറയുന്നത് കേട്ടോ. അപ്പം സാധാരണ ഞാൻ DTDC വഴിയാണ് കേട്ടോ എൻ്റെ ഫ്രെയിംസ് എല്ലാം കൊറിയർ ചെയ്യൽ. അപ്പം നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫ്രെയിം ഒന്ന് ക്ലിം ഫിലിം കൊണ്ട് റാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എൻ്റെ അടുത്ത് എന്തായാലും ക്ലിം ഫിലിം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പം ഞാൻ അത് കാണിക്കണില്ല. അപ്പം അതിന് പകരമായിട്ട് വേറൊരു ഷീറ്റാണ് കേട്ടോ അവിടെ വെച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഈ ബബിൾ ഡ്രാപ്പ് ഉണ്ടല്ലോ, ബബിൾ ഡ്രാപ്പ് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതെന്താ വെച്ചാൽ ഇതിന് കുറച്ചുകൂടി പ്രൊട്ടക്ഷനും വേണ്ടിയിട്ടാണ് നമ്മൾ ബബിൾ ഡ്രാപ്പ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് എന്നിട്ട് നമ്മൾ ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ പുറത്തേക്ക് കൊറിയർ ചെയ്യേണ്ട സമയത്ത് ഏറ്റവും റിസ്ക് ഉള്ള കാര്യം എന്താ വെച്ചാൽ ഇത് പൊട്ടാതെ അവിടെ എത്തുക എന്നുള്ളതാണ്. നമ്മൾ അത് കൊറിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ടെൻഷനാണ്, അത് പൊട്ടുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. ഇങ്ങനെ ചെയ്താൽ എന്തായാലും ടെൻഷന് വേണ്ട. ഞാൻ ഇത്രയും കാലം ഞാൻ ഇതുപോലെ തന്നെ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് എൻ്റെ ഇതുവരായിട്ട് പൊട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ തെർമാക്കോൾ എടുത്തിട്ട് അത് ആ ഫ്രെയിമിൻ്റെ ആ ഗ്ലാസിൻ്റെ ഭാഗത്തൊരു ചെറിയ പീസ് വെക്കുക. അതിനുശേഷം അതിൻ്റെ താഴെയും ഫ്രെയിമിൻ്റെ താഴെയും മുകളിലുമായിട്ട് ഓരോരോ പീസസ് വെക്കുക. പിന്നെ 4 സൈഡിലും ഓരോരോ പീസസ് വെക്കണം കേട്ടോ. അത് ഇതിന് പൊട്ടാതെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഫ്രെയിമിൻ്റെ ഭാഗവും പിന്നെ ഗ്ലാസിൻ്റെ ഭാഗമൊക്കെ നല്ല സേഫായിട്ട് അവിടെ എത്തണമല്ലോ. കാരണം നമ്മൾ കൊറിയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രെയിംസും അതിൻ്റെ ഗ്ലാസ്സും ഒന്നും പൊട്ടാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ തെർമാക്കോൾ നമ്മൾ ഇത്രയും സേഫായിട്ട് വെക്കുന്നത് കേട്ടോ. വേറെ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ വെച്ചാൽ മതി, ഒരു പ്രശ്നവും പറ്റില്ല. ഇത് സേഫായിട്ട് അവിടെ എത്തിക്കോളൂ കേട്ടോ. അതിനുശേഷം ഈ തെർമാക്കോളും നമ്മൾ ഈ ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് നന്നായിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോരോ പീസസും ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് ചുറ്റി കൊടുക്കുകയാണ്. ഇങ്ങനെ ഈ ഗ്ലാസിൻ്റെ അവിടെ എന്തായാലും നിങ്ങൾ വെക്കണം കേട്ടോ. എന്താ വെച്ചാൽ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെക്കുമ്പോൾ അത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കൊറിയർ ചെയ്യേണ്ട സമയത്ത് കൊറിയർ ഓഫീസിലൊന്ന് പറയണം കേട്ടോ. ഇത് ഗ്ലാസ് ആണെന്ന് പറയുമ്പോൾ അവർ ഒരു സ്റ്റിക്കർ ആയിമോ ഒട്ടിക്കും, ഇത് ഗ്ലാസ് ആണെന്നുള്ളത് അവർ ഒട്ടിക്കും. അപ്പോൾ കുറച്ചുകൂടെ സേഫ് ആയിരിക്കും. ഇതെല്ലാം നല്ല നീറ്റായിട്ട് റാപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് പ്രത്യേകിച്ച് എവിടെയും കാണണമെന്നില്ല, എല്ലായിടത്തും ഞാൻ ആ തെർമാക്കോൾ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലൊരു ഷീറ്റാണ് എടുക്കേണ്ടത് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കൂടി റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് നമുക്ക് റാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോൾ നല്ല വൃത്തിക്ക് പൊതിഞ്ഞെടുക്കണം. ഇത് നന്നായിട്ട് റാപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ ഒന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ ക്ലീൻ ഫിലിം കൊണ്ട് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ അത് കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. പിന്നെ ഇത് തൊട്ട് കുറച്ച് അടുത്തേക്കുള്ള കൊറിയർ തന്നെ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നിങ്ങൾ കുറച്ച് ദൂരത്തേക്ക് ആണെച്ചെങ്കിൽ അങ്ങനെ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഇത് പേപ്പറാണ്, അപ്പോൾ എന്തെങ്കിലും പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതിനുശേഷം നല്ലൊരു വെള്ള പേപ്പറിൽ നമ്മൾ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സുമാണ് എഴുതേണ്ടത്. ഫ്രം അഡ്രസ്സ് നമ്മളെ അഡ്രസ്സും ടു അഡ്രസ്സ് ആർക്കാണോ നമ്മൾ കൊടുത്തയക്കുന്നത് അവരെ അഡ്രസ്സുമാണ് കൊടുക്കേണ്ടത് കേട്ടോ. അതുപോലെ ഒരു വെള്ള കടലാസിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി. അഡ്രസ്സിൽ മസ്റ്റായിട്ട് പിൻകോഡും ഫോൺ നമ്പറും കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക കേട്ടോ.